മികച്ച സംരംഭകയ്ക്കുള്ളത് ഗ്രാമീണ ബാങ്കിന്റെ സ്നേഹോപഹാരമാണ്. ഹലോ, അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ഏറ്റവും മികച്ച സംരംഭകർക്കുള്ള അവാർഡ് ഉമ്മക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാങ്കിൽ 3-4 ഉദ്യോഗസ്ഥർ കൂടിയിട്ടായിരുന്നു അവാർഡ് കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ അവരെല്ലാവരും ചോദിച്ചറിയുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവര് ഉമ്മനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 വർഷമായി അതിന്റെ ഭാഗമായിട്ട് നല്ലൊരു എന്റർപ്രൈസിനെ പിന്നെ അവര് നമ്മളെ ബിൽഡിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരു ശതമാനം കൂടി അതിൽ വേറെ കെമിക്കലോ സാധനങ്ങളുണ്ടാവില്ല. കൊടുക്കുന്ന സാധനം നമ്മളെ പഠിപ്പിച്ചു വന്നാൽ എന്താ വെച്ചാൽ അങ്ങനെ തന്നെ ചുരുകാലം ചെയ്യണം. കമ്മീഷണറി പൊടിക്കാനൊക്കെ പിന്നെ വിശദീകരണം വാങ്ങുന്നതിന് ശേഷം നമ്മൾ പിന്നെ വാങ്ങുന്നതാണ്. സാധനം പോയി നോക്കി എടുത്ത് സെലക്ട് ചെയ്തതിനു ശേഷം ചെയ്യാം. സ്ഥലമുണ്ട്, അവിടുന്ന് പൊടിപ്പിക്കും. മരുന്ന് പൊടിപ്പിക്കണ സ്ഥലമുണ്ട്. ഫേസ് പാക്ക് ബേസ് ഉണ്ടാവില്ല. ഇത് മുൾക്കാണെങ്കിൽ പിന്നെ ഓറഞ്ച് പൗഡർ, പിന്നെ അവര് നമ്മള് മരുന്ന് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ തൊടിയിൽ അങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ ഒട്ടിക്കാനേ ഉള്ളൂ. സ്റ്റിക്കർ ഒട്ടിക്കാനുള്ളതാ. പിന്നെ ബ്രഹ്മിണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്. അത് ഹെൽത്ത് പിന്നെ കുട്ടികളുടെ രാസനാഥ്യ സാധനങ്ങൾ അങ്ങനെയുള്ള തൈലം, ബേബി സ്കിന്ന്, കുട്ടികളെ പിന്നെ പൗഡർ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉമ്മാക്ക് അവര് പൊന്നാട അണിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. പിന്നെ നോമ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാനോ കൂടുതൽ നേരം നിന്നിട്ടില്ലായിരുന്നു. അവർ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഒരു നാൾ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.